ഇന്നൊരല്പം പോത്തിറച്ചി കിട്ടി കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് കൂർക്കയും കൂടി ചേർത്തൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇറച്ചി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. കൂർക്കയെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടുപ്പിച്ചെടുക്കണേ. അപ്പോൾ എണ്ണ ഒഴിച്ച് 2 സവാള എന്നിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂർക്കയെ ഒരു ആവി കയറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കുമ്പോഴേക്കും തൊലി കളഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുത്ത് കൊച്ചുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പെരിഞ്ചീരകവും ഏലക്കയും കൂടി പൊടിച്ചത്, പട്ട, ഗ്രാമ്പൂ, തക്കോല ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടിയും 2.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിനെയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാമേ. അതെല്ലാം കൂടി വഴന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി തട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. അപ്പോൾ നല്ല രീതിയിൽ ഇതൊക്കെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടിയിലൊക്കെ ഇട്ട് വരട്ടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എനിക്ക് അത്ര വലുതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് വേറെ ഇരുമ്പ് ചട്ടിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കൂർക്കയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് അതിനെ മറ്റൊരടുപ്പത്തോട്ട് മാറ്റിയിട്ട് ഉരട്ടിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്തോട്ട് വെച്ച് തിളച്ചപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് മാവൊന്ന് തട്ടിയിട്ട് ഉപ്പും മാവും കൂടി തട്ടിയിട്ടിട്ട് ഒന്ന് കിണ്ടിയെടുക്കുന്നുണ്ട്. അപ്പം തീയൊക്കെ അണച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നിറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് അണച്ചതിന് ശേഷം ഇടുമ്പോൾ തേങ്ങയുടെ നല്ല ടേസ്റ്റ് അതിന് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇറച്ചി നല്ല രീതിയിലൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പരുവത്തിനായിട്ടിരിപ്പുണ്ട്. ഇരുമ്പ് ചട്ടിയിലൊക്കെ വറുത്താൽ നല്ല കളർ കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ വരട്ടി എടുക്കുമ്പോൾ. അപ്പം മാവെല്ലാം തണുത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുഴിയുള്ള അടപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉരട്ടി പലകയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആരും അങ്ങനെ പ്രസ്സിലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പലകയൊന്നും ആരും യൂസ് ചെയ്യാറില്ല കേട്ടോ. പണ്ടൊക്കെ ഇതുപോലെയാണ് ഉരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ഓട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഉരട്ടിയിടുന്ന ഓടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ഉരട്ടിയൊക്കെ ഇതുപോലെ ഒന്ന് പിടിക്കും, പിന്നെ നല്ല പാട പോലെ ഇളകി വരും കേട്ടോ. അപ്പം നമ്മുടെ ഉരട്ടി ഇത്രയും കനത്തിനാണ് പണ്ടൊക്കെ ചുടുന്നത്. ഇപ്പം നൈസായിട്ട് നമ്മൾ ചപ്പാത്തി പ്രസ്സിലൊക്കെ വെച്ച് പരത്തി എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ഉരട്ടി എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വരട്ടിയെടുത്ത ബീഫല്ലല്ലോ പോത്തും നമ്മൾ കൂർക്കയും കൂടി വരട്ടിയതും ആ ഉരട്ടിയും കൂടി അതിൻ്റെ ഓരോ പീസും കൂടി എടുത്ത് ഉരട്ടിയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.